ആയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ധ്യാനത്തിലൂടെ നാം ഇങ്ങനെ സഞ്ചരിക്കാൻ 6-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ 6 ദിവസത്തിലേക്കുള്ള യാത്രയിൽ നാം പിന്നിട്ട വഴികൾ വെറുതെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഒരുക്കാണ്. ആ ഒരുക്കത്തിന് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കുമ്പസാരത്തിൻ്റെ ആ ഒരു സുന്ദരമായ ജാലകമാണ്. ആ കുമ്പസാരക്കൂട്ടിലൂടെ നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് എന്നും സഭയുടെ ചട്ടക്കൂടിനുള്ളിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്കെന്നും സഭയുടെ മകനായി മകളായി ജീവിക്കാൻ പറ്റും എന്നാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് നാം പരിശ്രമിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, പൗരോഹിത്യവും വിശുദ്ധ കുർബാനയും, അല്ലെങ്കിൽ ബലിയർപ്പണവും ബലിയർപ്പകനും ബലിവസ്തുക്കൾ. ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ കുർബാനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇതൊരു ചർച്ചയ്ക്കോ ആരുടെയെങ്കിലും മാനസികമായ വേദനയ്ക്കോ കാരണമാകാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല, മറിച്ച് കുർബാനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകൾ കേരള കത്തോലിക്ക സഭയിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഞാൻ അതിലൂടെ നോക്കിക്കാണുന്നത് ജോബിൻ്റെ പുസ്തകമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് നീതിമാനായിരുന്നു. ജോബ് ഇങ്ങനെ വളരെ സന്തോഷത്തിൽ കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നമ്മുടെ പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ അവന് എല്ലാ സമ്പത്തും സൗകര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വാഗ്വാദം നടത്തുകയാണ്. അപ്പോൾ ദൈവം പറഞ്ഞു, നീ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, പക്ഷേ ഒരു പരിധിയുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ പിശാച് ജോബിൻ്റെ ജീവിതത്തിൽ ഇടപെടുക. ആദ്യം അവൻ്റെ ഭൗതിക നേട്ടങ്ങളിൽ കണ്ണുവച്ചു, അതിനുശേഷം കുടുംബത്തിൽ കണ്ണുവച്ചു, കുടുംബത്തിലെ പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്തു, ഏറ്റവും ഒടുവിൽ അവൻ സ്വന്തമായി കൊണ്ടു നടന്ന ശരീരത്തിൽ കണ്ണുവച്ചു. അങ്ങനെ എല്ലാവിധ പീഡനങ്ങളിലൂടെയും അവനിങ്ങനെ കടന്നുപോയി. പക്ഷെ എന്നിട്ടും ജോബിൻ്റെ വാചകം ശ്രദ്ധേയമാണ്, എല്ലാം ദൈവമാണ് എനിക്ക് തന്നത്, അതുകൊണ്ട് എല്ലാം ദൈവം എടുത്തുകൊണ്ട് പോകുന്നതിൽ എനിക്ക് പരാതിയില്ല. പ്രിയമുള്ളവരെ, ഞാനിത് കുർബാനയുമായി ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കാം. പിശാച് ജോബിൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വെല്ലുവിളിച്ചത് ഇത്രയാണ്:
ജോബിൻ്റെ ജീവിതത്തിലെ സ്ഥാനമാനങ്ങളുള്ളത് കൊണ്ടാണ് നിൻ്റെ കൂടെ അവൻ നിൽക്കുന്നത്. ഞാൻ അതൊക്കെ എന്നിടത്ത് പിൻവലിച്ച് ഞാൻ അവനെ ഒന്ന് പീഡിപ്പിക്കാം, എന്നിട്ടും അവൻ നിൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പിശാച് ജോബിനെതിരെ തിരിഞ്ഞു. പക്ഷേ പിശാച് ജോബിൻ്റെ എല്ലാവിധ മേഖലകളിലും കൈകൾ വെച്ചു, എല്ലാ പീഡനങ്ങളിലൂടെയും കടത്തിവിട്ടു. പക്ഷേ അവസാനം പിശാച് തോറ്റ് തുന്നം പാടി ദൈവ പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ദൈവത്തിന് ഒരുപാട് സന്തോഷമായി. ഇത് തന്നെയാണ് പിശാച് ഇപ്പോൾ നടത്തുന്ന ഒരു വെല്ലുവിളി. കത്തോലിക്ക സഭയുടെ ഈ ഒരു പാരമ്പര്യം, കത്തോലിക്ക സഭയുടെ 2000 വർഷത്തെ ഈ നിലനിൽപ്പ് തകർച്ച കൂടാതെ ഇങ്ങനെ, പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പക്ഷേ തകർച്ച കൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ പിശാചിന് ചെറിയൊരു അസ്വസ്ഥത. അത് വേറെ ഒന്നുമല്ല കേട്ടോ, വേറെ മേഖലകളിൽ ഒന്നും തൊടാതെ കേരള കത്തോലിക്ക സഭയെ തന്നെ തൊടാനുള്ള കാരണമെന്ന് വെച്ചാൽ കേരള കത്തോലിക്ക സഭയാണ് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഈറ്റില്ലം എന്ന് പറയപ്പെടാവുന്ന ഒരുപാട് വിശ്വാസികൾ സഭയിൽ നിന്നുകൊണ്ട് ദൈവത്തെയും ദൈവാലയത്തെയും ദൈവിക കാര്യങ്ങളെയൊക്കെ പ്രണയിച്ച് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒട്ടും ഇഷ്ടമായില്ല ആർക്ക്? പിശാചിന്. പിശാച് നേരത്തെ ജോബിൻ്റെ കാര്യത്തിൽ ഇടപെട്ടതുപോലെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, കത്തോലിക്ക സഭ നിലനിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അത് കത്തോലിക്ക സഭയിലെ ആളുകൾ തമ്മിലുള്ള പരസ്പരം ഐക്യത്തെക്കാൾ ഉപരി കുർബാനയാണ്. പൗരോഹിത്യവും കുർബാനയും ഉള്ളത് കൊണ്ടാണ് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലൊന്ന് തൊട്ട് കളിച്ചോട്ടെ കർത്താവെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ കളിക്കടാ, നിനക്കിഷ്ടമുള്ള അത്ര നീ കളി, എന്നിട്ട് നീ എൻ്റെ സഭയെ തകർക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് പരിശ്രമിക്കും. അങ്ങനെ കത്തോലിക്ക സഭയിലെ അടിസ്ഥാനമായ പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയെയും തൊട്ട് കളിക്കാനുള്ള അനുവാദം ആര്? ദൈവമായ കർത്താവ് പിശാചിന് കൊടുത്തു എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കാം. അങ്ങനെ കൊടുക്കുമ്പോഴും കർത്താവിനൊരു വിശ്വാസമുണ്ട്, ഇത് പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമായ സഭയാണ്. ഈ ഒരു സഭയ്ക്ക് ഉള്ളിലേക്ക് വേറൊരുവൻ കയറി വന്ന് എന്തുമാത്രം പണിയെടുത്താലും ഈ സഭയെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത്ര അടിസ്ഥാനപരമായ ബോധ്യത്തോടുകൂടെ പിശാചിന് കുർബാനയിൽ കയറി കളിക്കാനുള്ളൊരു അനുവാദം കൊടുത്തിരിക്കുക. ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കാലം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും ഈ പ്രവൃത്തിയെല്ലാം ഉപേക്ഷിച്ച് ഇതുകൊണ്ട് യാതൊരു രക്ഷയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റു തുന്നം പാടി കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ നമ്രശിരസ്കനായി നിൽക്കുന്ന പിശാചിനെ നമുക്ക് കാണാൻ പറ്റും. ആ കാഴ്ച പ്രതീക്ഷിച്ച് സ്വർഗം ഇങ്ങനെ കാത്തു നിൽക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഭയുടെ നിലനിൽപ്പ് എന്താണ് എന്ന് പിശാചിനറിയാം. ഏതാണ്? വിശുദ്ധ കുർബാനയും ആ കുർബാന പരികർമ്മം ചെയ്യുന്ന പുരോഹിതരും. നമുക്കറിയാലോ, ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു യുവാവ്, ജീസസ് യൂത്തിലെ ഒരു യുവാവ്, ആ യുവാവ് ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ പുറത്തേക്ക് വിടുകയുണ്ടായി. അന്ന് അവൻ അഭിസംബോധന ചെയ്യുന്നത് ഈ ലോകത്തിലെ എല്ലാ വൈദികർക്കും, എല്ലാ അഭിഷേകം ചെയ്യപ്പെട്ടവർക്കും, എല്ലാ സന്യസ്തർക്കും ഇത് വിട്ടുകൊടുക്കണം. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഒരിക്കലും ഒരു നിമിഷം പോലും ദിവ്യകാരുണ്യത്തിൽ നിന്നും ദൈവിക സ്നേഹത്തിൽ നിന്നും അകന്നു പോകരുത്. അങ്ങനെ ചെറിയൊരു വിള്ളലുണ്ടായാൽ പോലും അത് വലിയ പാര വെച്ച് വലിയ വിള്ളലാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി നിങ്ങളുടെ ജീവനെ അവൻ സ്വന്തമാക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന്. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടി? പൗരോഹിത്യ ജീവിതത്തിലായിരിക്കുന്ന, സമർപ്പിത ജീവിതത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രിയമുള്ളവർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പൗരോഹിത്യ സമർപ്പിത ജീവിതത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സഭയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലിയോ 14 പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം സഭയുടെ ഭാഗമാകുന്നത് പോലെ നമ്മളുടെ പ്രിയപ്പെട്ട വികാരിയച്ഛന് വേണ്ടി, നമ്മളുടെ രൂപതയുടെ മെത്രാന് വേണ്ടി, പരിചയമുള്ള വൈദികർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. 2017 ഏതാണ്ട് ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു,
പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അന്നത്തെ പിതാവായിരുന്ന ഫ്രാൻസിസ് പാപ്പ തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് അന്ന് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ആരുടെയൊക്കെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ പലരും പവർ ബാങ്കോടുകൂടെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞതേ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധ പിതാവ് അവരോട് ചോദിച്ചു, ഈ പവർ ബാങ്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലേ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും പവർ ബാങ്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ കൂടെയുള്ള ഗാഡ്ജറ്റ്സുകൾക്ക്, മൊബൈൽ, മറ്റ് സാധനങ്ങൾക്കൊക്കെ പെട്ടെന്ന് ചാർജ് ഇറങ്ങിപ്പോയാൽ അത് വീണ്ടും നേരിട്ട് പ്ലഗിൽ കൊണ്ടുവന്ന് കുത്താതെ ഇതിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ളൊരു സൗകര്യം, അതാണ് പവർ ബാങ്ക്. എന്നിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞ ഒരു ആഹ്വാനമുണ്ട്. ഇതുപോലെ ഈ പവർ ബാങ്ക് പോലെ ചാർജ് നഷ്ടപ്പെട്ട ഒരുപാട് ഗാഡ്ജറ്റ്സുകൾക്ക് ഈ പവർ ബാങ്ക് ചാർജ് നൽകുന്നത് പോലെ ഞാൻ ഉൾപ്പെടെയുള്ള ഈ കത്തോലിക്ക സഭയിലെ 5 ലക്ഷം വൈദികർക്ക് നിങ്ങൾക്ക് പ്രയർ ബാങ്കായിട്ട് മാറാൻ പറ്റുമെന്ന്. വളരെ അസാധാരണമായ ഒരു ആഹ്വാനമായിരുന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല. ഓരോ കുടുംബങ്ങളും ഒരച്ഛനെ ദത്തെടുക്കണമെന്ന് പറയും. ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പിതാവ് വിശദീകരിച്ചൊരു കാര്യം, അവരെ വീട്ടിൽ കൊണ്ടുപോയി നല്ല ഭക്ഷണം കൊടുക്കാനല്ല, അത് എളുപ്പത്തിൽ പറ്റും. അതിനേക്കാൾ ഉപരി ആ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും ഇന്ന വൈദികനെ നാം നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം. എന്ത് ആത്മീയ സ്വാഗതം. ആ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണമെന്നോ ഇത് ആ വൈദികനോട് പറയണോ ഒന്നും പിതാവ് പറയുന്നില്ല. പിതാവ് പറഞ്ഞത് ഒരു കുടുംബത്തിൽ ഒരു വൈദികൻ സ്വന്തമായിട്ടുണ്ടാകും. എങ്ങനെ? പ്രാർത്ഥനയിൽ. എന്നിട്ട് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വൈദികൻ്റെ പ്രയർ ബാങ്കായിട്ട് ഒരു കുടുംബം മാറുക. ആ കുടുംബം ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബം മാത്രമല്ല, ഒന്നാലോചിച്ച് നോക്കിയേ, ഏകദേശം ഒരു 5 ലക്ഷം വൈദികരാ ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇപ്പോഴുള്ളത്. വിശ്വാസികളെന്ന് പറയുന്നത് 143 കോടിയാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, എന്തുമാത്രം വൈദികരെ നമുക്ക് ഇതുപോലെ സ്വന്തമാക്കാൻ പറ്റും. ഒരു വൈദികൻ ഒരു വീട്ടിൽ മാത്രമല്ല, പല വീടുകളിലെയും പ്രാർത്ഥനയിൽ ഒരാളായിട്ട് മാറും. അങ്ങനെ ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ആ വൈദികൻ നേരല്ലാത്ത മാർഗത്തിലൂടെ പോകത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധ പിതാവ് അന്ന് ആഹ്വാനം ചെയ്തു, ഈ ലോകത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള 5 ലക്ഷം വൈദികർക്ക് പ്രയർ ബാങ്കായി മാറാൻ ഒരു കത്തോലിക്ക വിശ്വാസി തീരുമാനിച്ചാൽ ഒരൊറ്റ വൈദികൻ പോലും ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ചരിക്കില്ല, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ നടന്നു പോകത്തില്ല. പ്രിയമുള്ളവരെ, നമുക്കും സ്വീകരിക്കാം. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങളിൽ വൈദികരെ കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക. കുറ്റപ്പെടുത്തി സംസാരിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ വൈദികർ കുറ്റമറ്റതാണ് എന്നല്ല പറയുന്നത്. വൈദികർക്ക് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് സ്വന്തമാക്കണമെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരു വൈദികൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് എനിക്കറിയത്തില്ല. വൈദികൻ്റെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് പെസഹ വ്യാഴാഴ്ചയാണ്. പെസഹ വ്യാഴാഴ്ച ഒരച്ഛനുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഈ സമയത്ത് പങ്കുവയ്ക്കും. വേറെ ഒന്നുമല്ല, ഈ പെസഹ വ്യാഴാഴ്ചയാണല്ലോ ഈ വൈദികർ മറ്റുള്ളവരുടെ ഇടവകയിലെ പ്രതിനിധികളുടെ കാല് കഴുകുന്ന ശുശ്രൂഷ നടത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ രൂപതയിലെ ഒരു പ്രായം ചെന്ന വൈദികൻ്റെ അടുത്ത് അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ പങ്കുവച്ച ഒരു കാര്യമാണ്. അച്ഛൻ പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഞാൻ വൈദികനായിട്ട് ഒരു 4 വർഷം കഴിഞ്ഞപ്പോഴാണ് വികാരിയായത്. അപ്പോൾ വികാരിയച്ഛനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ഹോളി വീക്കിലൂടെ, വിശുദ്ധ വാരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അങ്ങനെ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾ എൻ്റെ അമ്മയെ തൊട്ടടുത്തിരുത്തി കാണിച്ചാൽ കൊള്ളാമെന്നൊരു താല്പര്യം. അങ്ങനെ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, വേറെ ആരുമില്ല. അപ്പച്ചൻ നേരത്തെ മരിച്ചു പോയത്, വേറെ മക്കളൊന്നുമില്ല, ഞാൻ ഒറ്റ മോനാണ്. അങ്ങനെ ഈ അമ്മയെയും കൊണ്ട് ഞാൻ എൻ്റെ പള്ളിമേടയിൽ വന്നു. ഓശാന ഞായറാഴ്ചത്തെ തിരുക്കർമ്മങ്ങളൊക്കെ ആഘോഷമായിട്ട് കഴിഞ്ഞു. അതിനുശേഷം കുമ്പസാരത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. പെസഹ വ്യാഴാഴ്ച കാല് കഴുകൽ ശുശ്രൂഷ നടക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പള്ളിയുടെ അകത്ത്
കസേരയിൽ ഏറ്റവും മുന്നിൽ, കസേരയിൽ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നതിൽ ഏറ്റവും മുന്നിലെ ഒരു കസേരയിൽ ഇരുത്തി. അമ്മനോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാല് കഴുകാൻ പോവാണ്, അമ്മ അത് ശ്രദ്ധിച്ച് കണ്ടിരിക്കണോട്ടാണ്. അങ്ങനെ ആഘോഷമായിട്ട് കാല് കഴുകൽ ശുശ്രൂഷയിലൂടെ ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ കാല് കഴുകൽ ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ദൈവാലയത്തിൽ ഇരുട്ട്, ശബ്ദമൊക്കെ നിലച്ചു. ശബ്ദം, മൈക്ക് ഒക്കെ ഓഫായി പോയപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് പാട്ട് നിർത്തി. അപ്പോൾ ദൈവാലയത്തിൽ പിൻ ഡ്രോപ്പ് സൈലൻസാണ്. അപ്പോൾ ആ സൈലൻസിനിടയിൽ ഒരു ചേച്ചിയുടെ കരച്ചിലിങ്ങനെ ഇച്ചിരി ഉറക്കെ പുറത്തേക്ക് കേൾക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലിരുന്ന് കരയാം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, ആളുകളോട് ഞാൻ എന്തു പറയും? ഞാൻ ആദ്യമായിട്ട് കാല് കഴുകുന്നത് എൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അമ്മ ഇതൊക്കെ കൊളാക്കുമെന്ന് തോന്നണം. അങ്ങനെ തിരുക്കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പമൊക്കെ മുറിച്ച് എല്ലാവർക്കൊക്കെ കൊടുത്ത്, അപ്പം മുറിക്കാൻ വേണ്ടി ഞാനും എൻ്റെ അമ്മയും കൂടെ അടുക്കളയിലേക്ക് പോയി, മീൻസ് എൻ്റെ പള്ളിമേടയിലേക്ക് പോയി. എൻ്റെ പള്ളിമേടയിൽ ചെന്ന് ഞാൻ അപ്പം മുറിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അമ്മനോട് ചോദിച്ചു, എൻ്റെ പൊന്നമ്മച്ചി, എന്ത് പണിയാണ് ഈ കാണിച്ച്? ആൾക്കാരെന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എടാ, അന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോനെ, നീ എന്ത് ചെയ്തിട്ടാണ് ഇവരുടെ കാല് പിടിച്ച് ഇങ്ങനെ കാല് കഴുകുന്നത്? എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ അറിയാതെ വിതുമ്പിപ്പോയതാടാന്ന്. അത്രമാത്രം തെറ്റ് നീ ചെയ്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അതിനുശേഷം ഈ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇത് ഒരു ചടങ്ങിനും അപ്പുറം അത് ഒരു വൈദികൻ്റെ ഇടവക ദൈവാലയത്തോടുള്ള, ഇടവക ജനങ്ങളോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പ്രകടനമായി ഞാൻ കാണാൻ ആരംഭിച്ചത്. പിറ്റേ വർഷം കാല് കഴുകിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദൈവാനുഭവമായിരുന്നു. പ്രിയമുള്ളവരെ, കാല് കഴുകുക എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എളുപ്പമുള്ള കാര്യമാണ്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാല് കഴുകുക എന്ന് വെച്ചാൽ കാല് പിടിക്കലാണ്, അല്ലേ? 3 വർഷം കൂടെ കൂട്ടിയ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പിറ്റേ ദിവസം തന്നെ ഈശോ പ്രഖ്യാപിക്കും, ഞാൻ നിങ്ങളുടെ കൂടെയില്ല, ഇവരെന്നെ കുരിശിൽ തറച്ചു കൊല്ലും, സകലത് ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വന്നതാ, നിങ്ങൾക്ക് എനിക്കൊന്നും തരാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് കാല് പിടിച്ച് ഈശോ മാപ്പ് ചോദിക്കാൻ. അതേ അനുഭവമാണ് ഓരോ ദൈവാലയത്തിലെയും പെസഹ അത്താഴ ബലിയുടെ സമയത്ത് ഓരോ വൈദികൻ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. വൈദികൻ എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവരുടെ കാലിങ്ങനെ എടുത്ത് പിടിക്കുമ്പോൾ കാല് പിടിക്കുക. 12 പേരെ അൾത്താരയിൽ ഉണ്ടാകത്തുള്ളൂ. ആ 12 പേര് ഇടവകയിലെ പ്രതിനിധികളാണ്. ചിലപ്പോൾ കുടുംബ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മേഖലയിൽ ഇതിങ്ങനെ ആദ്യമായി പല പ്രതിനിധികളെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇടവക മുഴുവനും കഴുകുന്നു എന്നതിൻ്റെ പ്രതീക. ഇടവക മുഴുവനെയും വ്യക്തികളെ കാല് കഴുകി വികാരി അച്ഛൻ മാപ്പ് ചോദിക്കുക. ആ മാപ്പ് ചോദിക്കുന്നത് അതേ രീതിയിലൊന്ന് കണ്ടു നോക്കി. അത് കണ്ടു നോക്കുമ്പോൾ ലാഘവത്തോടെ ആ കാല് കഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഒന്ന് ചങ്ക് പടയും. ആ പടച്ചിൽ ചിലപ്പോൾ കണ്ണുകളിൽ കണ്ണുനീരായി വരും. അതിങ്ങനെ കവിൾത്തടങ്ങളിലൂടെ താഴേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങുമെന്നുള്ളു. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും വൈദികർ കാല് കഴുകി തുടച്ച് ചുംബിക്കുമ്പോൾ ആ വൈദികൻ തൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ ഈ ഇടവകയിൽ ഞാൻ മുന്നോട്ട് പോയപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, നിങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളുടെ പ്രതിനിധികളായ ഈ 12 പേരുടെ കാല് കഴുകി കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കാം. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസ തീഷ്ണതയോടുകൂടെ ഈ പൗരോഹിത്യ വിശുദ്ധിയുടെ ഭാഗമായ കാല് കഴുകൽ ശുശ്രൂഷ കാണാൻ പറ്റിയ പിന്നീട് നമുക്ക് വൈദികരോടും സമർപ്പിതരോടുമൊക്കെ വല്ലാത്തൊരു ഇഷ്ടമുണ്ടാകും. പ്രിയമുള്ളവരെ, അച്ഛന്മാരിൽ നിന്നും ഒപ്പം കന്യാസ്ത്രീകളിൽ നിന്നൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 90% പേരും പറയും ഉണ്ടായിട്ടുണ്ട് അച്ഛൻ. എല്ലാ ദൈവാലയങ്ങളിലും എല്ലാ ഇടവകകളിലും ദൈവാലയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. അകന്നു നിൽക്കാനുള്ള കാരണം ആരാണെന്ന് ചോദിച്ചാൽ അത് വൈദികരോ സമർപ്പിതരോ കന്യാസ്ത്രീകളോ ആയിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും
ഇത്രയും ദൈവത്തിൻ്റെയൊക്കെ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് ഇവർ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ആച്ചാ ദൈവാലയത്തിലേക്ക് വരിക? പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം, ഞാനൊരു പുരോഹിതനാണ്. ഞാൻ വൈദികനായിട്ട് 22 വർഷത്തോളമായി. 22 വർഷത്തെ ജീവിതത്തിനിടയിൽ ഒരു ക്രിസ്തുവിന് ചേരാത്ത പലതും എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ, ഒരു പുരോഹിതനിൽ 2 ഭാവങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുഭാവം, മറ്റൊന്ന് വ്യക്തിഭാവം. ഈ ക്രിസ്തുഭാവവും വ്യക്തിഭാവവും തമ്മിൽ പരസ്പരം ദ്വന്ദ്വയുദ്ധം നടത്തുക ഓരോ പൗരോഹിത്യ വ്യക്തിയിലും, അല്ലെങ്കിൽ ഓരോ സമർപ്പിത ജീവിതം നടത്തുന്നവരുടെ ഉള്ളിലും. ചില സമയത്ത് ഈ ക്രിസ്തുഭാവത്തെ അടിച്ചു താഴെയിട്ട് വ്യക്തിഭാവം അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ കൊലവിളി നടത്തുമ്പോഴായിരിക്കും ഏതോ ഒരു പാവപ്പെട്ടവൻ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ആ അച്ഛനെ സമീപിക്കുക. അപ്പോൾ ആ അച്ഛൻ്റെ വായിൽ നിന്ന് വരുന്നത് അവൻ ഇഷ്ടപ്പെടാത്തതായിരിക്കും. അതുകൊണ്ട് അവൻ സങ്കടത്തോടെ ഇറങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, അങ്ങനെ സങ്കടത്തോടെ ഇറങ്ങിപ്പോയ നിങ്ങളുടെ അടുക്കിലേക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ എന്തായാലും ഒരു 90% വ്യക്തികൾക്കും അനുഭവം ഉണ്ടാകും. ഈ അച്ഛൻ പിന്നീട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ അല്ലെങ്കിൽ ചേട്ടാ ചേച്ചി, അതങ്ങനെ സംഭവിച്ചു പോയതാ, വിട്ടുകളാ. അതെപ്പോഴാണെന്നറിയാമോ വരുന്നത്? ഈ വ്യക്തിഭാവം ഈ ക്രിസ്തുഭാവത്തെ ഇങ്ങനെ ചവിട്ടി മെതിച്ച് നിൽക്കുമ്പോൾ എപ്പോഴും അങ്ങനെ നിൽക്കാൻ അനുവദിക്കത്തില്ല. ക്രിസ്തുവിന് ജയിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ, ക്രിസ്തു ജയിച്ചിങ്ങനെ നിൽക്കുമ്പോൾ, ആ ക്രിസ്തു ജയിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, നേരത്തെ വന്നപ്പോൾ ഞാനെന്ന വ്യക്തിയുടെ ചില ബലഹീനതകളുടെ ഭാവം അത് വന്നു കയറിയ വ്യക്തിയിലേക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതവന് സങ്കടം ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ജീവിതത്തെയും പ്രത്യേകിച്ച് വൈദികരുമായി, പുരോഹിതരുമായി, സമർപ്പിതരുമായിട്ടൊക്കെ ഇടപഴകുമ്പോൾ ഈ ഒരു ഭാവം ഒന്ന് ഉള്ളിൽ സൂക്ഷിക്കണം. ആ വ്യക്തിയിൽ 2 ഭാവങ്ങളാണുള്ളത്. ഒന്ന് ക്രിസ്തുഭാവം, മറ്റൊന്ന് വ്യക്തിഭാവം. ഈ വ്യക്തിഭാവം മിക്കപ്പോഴും ഇങ്ങനെ ജയിക്കും, പക്ഷേ ഒരിക്കലും ആത്യന്തികമായിട്ട് ജയിച്ചു നിൽക്കാൻ അനുവദിക്കില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഒരു വൈദികനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദത്തെടുത്താൽ, ആ വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഈ ഭാവങ്ങളുണ്ടല്ലോ, ക്രിസ്തുഭാവം, വ്യക്തിഭാവം. ഇപ്പോൾ ക്രിസ്തുഭാവവും വ്യക്തിഭാവവും 50% വ്യക്തി, 50% ക്രിസ്തു, അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം ആ വൈദികനെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ക്രിസ്തുഭാവത്തിൻ്റെ പെർസെൻറ്റേജ് കൂടും. അത് 60. വേറൊരു കുടുംബം കൂടി എടുക്കുക. അങ്ങനെ കുറച്ചധികം കുടുംബങ്ങൾ ഒരുമിച്ചെടുക്കുമ്പോൾ ഈ 50 എന്നുള്ളത് 60 ആകും, 60 70 ആകും, 70 80 ആകും. അങ്ങനെ 90% വരെ ഈ ക്രിസ്തുഭാവം ഇങ്ങനെ നിറയുമ്പോൾ പിന്നീട് ഒരു പുരോഹിതന് പറയാൻ പറ്റും, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനൊക്കെ ജീവിക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന, എന്നെ അറിയാവുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് അവർ വളരെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഇത്രയും നേരം ചിന്തിച്ചു കൊണ്ടിരുന്നത് സഭയുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. സഭ നിലനിൽക്കണമെങ്കിൽ ഞാൻ സഭയ്ക്കുള്ളിലാവണം. ആ ഉള്ളിലാകുന്ന സഭ നിലനിൽക്കണമെങ്കിൽ എന്നും സഭയെ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടു നടക്കുന്ന ആ വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും നിലനിൽക്കണം. ആ പൗരോഹിത്യം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ പുരോഹിതരെ ദത്തെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പൗരോഹിത്യത്തെയും വിശുദ്ധ കുർബാനയെയും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ചേർത്ത് വയ്ക്കാൻ, നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ ഒരു കാര്യം കൂടെ പറയാണ്. ഒരിക്കലും നിങ്ങൾ ദൈവാലയത്തോട്, ദൈവിക കാര്യങ്ങളോട് അടുക്കുന്നത് വൈദികരെ കണ്ടിട്ടാവരുത്. വൈദികരിലൂടെ നിങ്ങൾ അടുക്കേണ്ടത് എവിടെയാണ്? അടുക്കേണ്ടത് ദിവ്യകാരുണ്യത്തിലാണ്. പലപ്പോഴും ആ ദിവ്യകാരുണ്യത്തിലേക്ക് അടുക്കാതെ വൈദികരിൽ മാത്രം ഇങ്ങനെ നിലച്ചു പോകുമ്പോൾ ആ വൈദികൻ ആ ദൈവാലയത്തിൽ നിന്ന് പോകുമ്പോൾ ആ വ്യക്തിയും ദൈവാലയത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് ഈ വൈദികൻ എന്ന് പറയുന്നത് ഒരു വാതിലായിട്ട് നിൽക്കണം. ചില വൈദികർ, ഞാനുൾപ്പെടെ, മതിലുകളായിട്ട് നിൽക്കും. മതിലുകളായിട്ട് നിൽക്കുമ്പോൾ വ്യക്തികൾക്ക് ആ ദൈവത്തിങ്കിലേക്ക്, ക്രിസ്തുവിലേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഇടവകയിലെ വികാരിയച്ഛൻ എൻ്റെ
ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കുള്ള ഒരു വാതിലാണ്. ആ വാതിലാണെന്ന് മനസ്സിലാക്കി അതിലൂടെ ക്രിസ്തുവിലേക്ക് ചെന്ന് കയറി ക്രിസ്തുവിനെ ഇങ്ങനെ അള്ളിപ്പിടിക്കാനായിട്ട് സാധിച്ചാൽ പിന്നീട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാച് ദൈവത്തിൻ്റെ അനുവാദത്തോടുകൂടെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പ്രണയിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരുണ തന്നൾ താരയിൽ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഭയുടെ നിലനിൽപ്പ് പൗരോഹിത്യത്തിലും വിശുദ്ധ കുർബാനയിലുമാണ്. ഈ ലോകത്ത് പൗരോഹിത്യമുള്ളത് ബലി അനുഭവം ആസ്വദിക്കാനാണ്. ബലി അനുഭവം ആസ്വദിക്കപ്പെടുമ്പോൾ പൗരോഹിത്യം അതിൻ്റെ വിശുദ്ധിയിൽ ഇങ്ങനെ നിലനിൽക്കുക. ആ വിശുദ്ധ ബലിയും വിശുദ്ധ പൗരോഹിത്യവും സഭയെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോൾ അസ്വസ്ഥമാക്കപ്പെടുന്ന പൈശാചിക സാന്നിധ്യം ഈ പൗരോഹിത്യ വിശുദ്ധിയിലേക്ക് കറവാരിയെറിയുവാൻ അശ്രാന്തം പരിശ്രമിക്കുന്നുണ്ട്. ആയതിനാൽ പരിചിതമായ പുരോഹിതരെയെല്ലാം മനസ്സിലോർക്കും. പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഞങ്ങൾ വൈദികർക്കിടയിൽ പരസ്പരം പറയാറുള്ളൊരു കാര്യം ഇങ്ങനെയാണ്: പറ്റിപ്പോയ തെറ്റിനെ ന്യായീകരിക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ ഞങ്ങൾ പരിശ്രമിക്കാറില്ല. മറിച്ച് ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. ആത്മാവേ, ഇടറി വീഴാതെ
പതറിപ്പോകാതെ വിശുദ്ധ പൗരോഹിത്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇടറിപ്പോകാതെ പതറിപ്പോകാതെ വിശുദ്ധ പൗരോഹിത്യത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വ്യക്തിജീവിതത്തിൽ നേരിട്ടും അല്ലാതെ ഒരുപാട് വൈദികർ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. നിങ്ങളുടെ മാമോദീസ, സ്ഥൈര്യലേപനം, മറ്റു കൂദാശകൾ, വീടുവെഞ്ചിരിപ്പ്, മാതാപിതാക്കളുടെ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ, മരണം, ഇവയുമായി ബന്ധപ്പെട്ട് ഓരോ ഭവനത്തിലും പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയമുള്ളവരെ, ചില പുരോഹിതർ ചില സമയത്ത് സങ്കടകരമായ വേദനകൾക്ക് കാരണമായിട്ടുണ്ടാകും. ചില പുരോഹിതർ എന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് എല്ലാ പുരോഹിതരും ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ജീവിതത്തിൽ വേദന കൊടുക്കാൻ ഒരു കാരണമായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുരോഹിതർക്കുള്ളിൽ വ്യക്തിഭാവവും ക്രിസ്തുഭാവവുമുണ്ട്. ഈ ക്രിസ്തു എന്നും ഈ വ്യക്തിയെ തോൽപ്പിച്ച് വിജയഭേരി മുഴക്കാൻ നാം എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, സങ്കടത്തിൻ്റെ സമയത്ത് ഒറ്റപ്പെടലിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ ഓരോ പുരോഹിതനും എന്നും സ്വന്തമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടവകകളിൽ ആഘോഷമായ തിരുനാൾ നടക്കുമ്പോൾ, ഇടവകകളിൽ കർത്താവ് മിശിഹായുടെ ക്രിസ്തുമസും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ പാതിരാ കുർബാനയും മറ്റു വെടിക്കെട്ടും കുറച്ച് ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായി പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവസാനം ഒറ്റപ്പെടുന്ന ഒരു ജീവിതമുണ്ട്. അതാ ഇടവകയിലെ വികാരിയച്ഛനാണ്. ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരമാണ് അത് എന്ന് തീർച്ചയായും ഞങ്ങൾക്കറിയാം. എങ്കിലും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ അവരുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏകനായി പള്ളിമേടയിൽ കയറി പള്ളിമേടയുടെ വാതിലടച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ തീർച്ചയായും അവർ അനുഭവിക്കുന്ന പ്രത്യേകമായ ഒരു അവസ്ഥയുണ്ട്. അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാനാവില്ല. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന അപ്പന് പാടില്ല, ഒന്ന് കുർബാനയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ രാത്രി തന്നെ, അതെത്ര മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും ഓടിയെത്തുന്ന ഒരുപാട് വൈദികരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്ന വൈദികരെയും നിങ്ങൾക്ക് പരിചയമില്ലേ? ഇതൊക്കെ ആരോടാ പറയാ? ആ പാനപാത്രം അവർ ഇങ്ങനെ ഒറ്റയ്ക്കെടുത്ത്, കർത്താവേ, അങ്ങനെക്ക് നൽകിയ നന്മകൾക്ക് ഞാൻ ഇതാ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാസായെടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്ക് ഇറ്റ് വീഴുന്നത് തമ്പുരാൻ്റെ പിളർക്കപ്പെട്ട ചങ്കിലെ രക്തം മാത്രമല്ല, വേദനയാൽ ചങ്കുരുകി പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ്റെ സങ്കടങ്ങൾ കൂടെയാണ്. ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എല്ലാ പുരോഹിതർക്കും വേണ്ടി ഈ സമയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം.
ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും. പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം. ഈശോയെ, ഞങ്ങൾക്ക് പരിചയമുള്ള എല്ലാ വൈദികരെയും ഞങ്ങളിതാ അങ്ങയുടെ തിരിച്ചോരയിലേക്ക് ചേർത്ത് വയ്ക്കുക. ചിലർക്കൊക്കെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കൊലപാതകമാണല്ലോ മറിയക്കുട്ടി കൊലപാതക കേസ്. ആ കേസിൽ പിടിക്കപ്പെട്ടതൊരു വൈദികനാണ്. ജയിലിൽ കഴിഞ്ഞത് നീണ്ട വർഷങ്ങളാണ്. അവസാനം വൈദികനല്ല കുറ്റക്കാരനെന്ന് തിരിച്ചറിയുന്നുണ്ട്. ആ വൈദികന്റെ അടുത്ത് യഥാർത്ഥ കൊലപാതകമെന്ന് കുമ്പസാരിക്കുന്നത് മറ്റൊരു പശ്ചാത്തലം. തനിക്കറിയാം ഈ കുറ്റം ചെയ്തത് ആരാണെന്ന്. എങ്കിലും അപമാനഭാരത്താൽ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കപ്പെട്ട് കോടതി പോലും ഇവനാണ് കുറ്റവാളിയെന്ന് വിധിച്ച് ജയിലറകൾക്കുള്ളിൽ കഴിയുമ്പോൾ, കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞപ്പോൾ ഈ കൊലപാതകത്തിന് ആസൂത്രണം കൊടുത്ത ഡോക്ടറുടെയും വക്കീലിൻ്റെയും വീട്ടിൽ രോഗങ്ങളിങ്ങനെ മാറാതെ വന്നപ്പോൾ അവർ ഈ അച്ഛൻ്റെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കുകയാണ്. പത്രസമ്മേളനം വിളിച്ചുകൂട്ടി യഥാർത്ഥ കൊലപാതകിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ അച്ഛനോട് പത്രസമ്മേളനത്തിനെത്തിയ മറ്റു പത്രപ്രവർത്തകർ ചോദിച്ചു, ഇപ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എങ്ങനെയായിരുന്നു? എനിക്കെന്ത് തോന്നാൻ, കാരണം ഞാനല്ല ഇത് ചെയ്തത് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. എങ്കിലും എൻ്റെ ഉള്ളിലൊരു സങ്കടമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അവർ ഈ സങ്കടം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് മരിച്ചത്. ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന്. പ്രിയമുള്ളവരെ, ഇതാ ജീവിക്കുന്ന യഥാർത്ഥ ക്രിസ്തു പുരോഹിതൻ. പ്രിയമുള്ളവരെ, ഒരുപാട് സങ്കടങ്ങളിലൂടെ വേദനകളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചില സമയത്ത് ചില വൈദികരിങ്ങനെ ഇടവകയിൽ ഒറ്റപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ആ വൈദികരോട് ചേർന്ന് നിൽക്കണമെന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആ വൈദികനെ തള്ളിപ്പറഞ്ഞ നിമിഷങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കണ്ടേ? തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല, മറിച്ച് കൃപയേകി വിശുദ്ധീകരിക്കണമേ എന്ന്. മരണം പോലെ അപമാനം പെയ്തിറങ്ങുന്ന ചില വൈദികരുടെ ജീവിതത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർ ഇടവക മുഴുവനും അവർക്കെതിരെ നിൽക്കുമ്പോൾ കൊല്ലപ്പെടാനുള്ളൊരു കുഞ്ഞാടിനെ പോലെ ഇതാ മറ്റൊരു ക്രിസ്തുവായി ആ വൈദികൻ മാറുകയാണ്. ആർക്കും എന്തും പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമായി ചില സമയത്ത് പുരോഹിതർ മാറുന്നില്ലേ? അവരുടെ ഭാഗത്തും ഒരുപാട് കുഴപ്പമുണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും ചില സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവരെയല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവരെ സത്യം തിരിച്ചറിഞ്ഞിട്ടും ആ സത്യം വിളിച്ചു പറയാതെ അസത്യം വിളിച്ചു പറയുന്നവരുടെ കൂടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട്
നമുക്ക് ഒരുമിച്ച് ആലപിക്കണം. മരണം പോലപമാനം പെയ്ത മണിക്കൂറിൽ പ്രിയരെല്ലാം തള്ളി പറഞ്ഞു എന്നെ. കൊല്ലപ്പെടാനുള്ള കുഞ്ഞാടിനെ പോലെ പരിഹാസമേറ്റങ്ങു നിന്നുപോയി ഞാൻ. ജീവിച്ചിരിപ്പുണ്ടോ എന്നു പോലുമൊന്ന് അന്വേഷിക്കാനായിട്ടാരുമില്ല. പാതാളത്തോളം ഞാൻ താഴുമ്പോളും നാഥ അവരെല്ലാം ഉയരാനായി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന മാത്രമാശ്വാസം. തൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആ ഒരു ജീവിതം ഇടവകകളിൽ എങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് നന്മകൾ, ഒരുപാട് കൃപകൾ, ഒരുപാട് കഷ്ടപ്പാടുകൾ തൻ്റെ ഇടവകയിലെ മക്കൾക്ക് വേണ്ടി സന്തോഷത്തോടെ സ്വീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ പാളിച്ചകൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഒരു പറ്റം ആളുകൾ ഈ വൈദികർക്കെതിരെ സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ ആ വൈദികൻ്റെ മാനസിക അവസ്ഥ പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചെറിയൊരു തെറ്റ്, അത് ചെറുതോ വലുതോ എന്തും ആയിക്കൊള്ളട്ടെ, ബലഹീനതയാൽ വന്നു പോകുന്ന തെറ്റിൻ്റെ പേരിൽ അന്ന് ആ സമയം വരെ ചെയ്ത എല്ലാ നന്മകളും കാറ്റിൽ പറത്തപ്പെടുകയാണ്. പിന്നീട് ശരിക്കും ആ വൈദികൻ ഏറ്റവും മോശപ്പെട്ട ഒരാളായി ഇടവകയിലും സമൂഹത്തിലും മാറുകയാണ്. ഒരുപാട് കൃപകൾ, ഒരുപാട് നന്മകൾ സ്വന്തമാക്കിയവരെല്ലാം ഈ അച്ഛനെതിരെ നിൽക്കുമ്പോൾ ആ അച്ഛൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സ്നേഹത്തോടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പെസഹ വ്യാഴാഴ്ച പ്രതിനിധികളുടെ എല്ലാം കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് ഇടവക ജനത്തോടും മുഴുവനും നിരുപാധികമായി മാപ്പ് പറഞ്ഞ് സന്തോഷത്തോടെ ജീവിതം പുനർനിർമ്മിക്കാൻ പരിശ്രമിക്കുമ്പോഴും അനുവദിക്കാതെ ചിലരൊക്കെ ചില സമയത്ത് വൈദികനെ ഇങ്ങനെ താഴേക്ക് വലിച്ചിട്ട നിമിഷങ്ങളെ പലപ്പോഴും ജീവിതത്തിലുണ്ടായിട്ടില്ലേ? ഓർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൺമുമ്പിലോ എൻ്റെ കേൾവിയിലോ ഇതുപോലെ വേദന അനുഭവിച്ച് കഷ്ടപ്പെട്ട വൈദികർ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ചിലരെല്ലാം പച്ച പിടിച്ച ഓർമ്മകളായി. ഒരുപക്ഷെ എൻ്റെ ഇടവകയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ കേട്ടറിഞ്ഞത്, അങ്ങനെയുള്ള ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ അനുഭവിച്ച മാനസിക അസ്വസ്ഥത. ആ അച്ഛൻ എൻ്റെ മകനായിരുന്നെങ്കിൽ, ആ അച്ഛൻ എൻ്റെ സഹോദരനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക? ഇടവകയിലെ വൈദികനെ കുടുംബത്തിലെ ഒരംഗമായി ഉൾക്കൊള്ളാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം. പാദം കഴുകി നമസ്കരിച്ചോർ തന്നെ എന്നെ ചവിട്ടി കടന്നുപോയി. ഒരുമിച്ചൊരേ മേശയിൽ പങ്കുചേർന്നവർ ദൂരെ നിന്നെൻ കണ്ണീർ ആഘോഷിച്ചു. നന്ദിയാൽ ഒരുപാട് സ്തുതി പാടിയോർ തന്നെ നിന്ദനം കൊണ്ടെൻ്റെ മനം തകർത്തു. നന്മയവർക്കു ഞാൻ നേരുന്നെൻ ദൈവമേ, നന്ദി ചൊല്ലുന്നെല്ലാം എല്ലാം ഓർത്ത്. ഞാൻ ആരോടിതെല്ലാം പറയും, പാനപാത്രം ഇന്നാരൊപ്പം കുടിക്കും.
പാവന സ്നേഹമേ, മനമുഴറുമ്പോൾ ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം. ഈ ആരാധന മാത്രമാശ്വാസം, ഈ ആരാധന മാത്രമാശ്വാസം. അതേ പ്രിയമുള്ളവരെ, ഒരു പുരോഹിതന്റെ ഒരേ ഒരു ആശ്വാസവും ഒരേ ഒരു ആശാകേന്ദ്രവും ഈ ദിവ്യകാരുണ്യമാണ്. പലപ്പോഴും ഈ അപ്പം ഇങ്ങനെ കയ്യിലെടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എവിടെയോ മറഞ്ഞിരിക്കുന്ന ആ ദൈവീക സാന്നിധ്യം ഈ ബലഹീനമായ കൈകളിലായിരിക്കുന്ന ഈ അപ്പത്തിലേക്ക് ഇങ്ങനെ ഓടി വരുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്ന് പോയിട്ടുണ്ട്. കാരണം ഞാൻ വിളിച്ച വെളിപ്പുറത്ത് വരുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തെ പലപ്പോഴും ദൈവത്തിൻ്റെ വിളി കേട്ട് തിരിഞ്ഞു നോക്കാതെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു പോയ നിമിഷങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം മനസ്സിലേക്ക് കൊണ്ടുവരാം രണ്ട് വൈദികരെ. ഒന്ന്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വൈദികൻ, ഏറ്റവും ഇഷ്ടപ്പെട്ട, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ആ ഒരു വൈദികനെ മനസ്സിലോർക്കാം. രണ്ട്, നിങ്ങൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത ആ വ്യക്തിയുടെ കയ്യിലിരിപ്പ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഇച്ചിരി സങ്കടവും അസ്വസ്ഥതയൊക്കെ മനസ്സിൽ വരാൻ ഇടയാക്കിയ ആ വൈദികനെ ഓർക്കാം. അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതും ഒട്ടും ഇഷ്ടമില്ലാത്ത വൈദികർ, ഇവർ രണ്ടുപേരെ ഓർക്കുമ്പോൾ അതിനിടയിൽ ബാക്കിയുള്ളവരൊക്കെ പെടും. പരിചയമുള്ള, ഇടപെട്ടിട്ടുള്ള എല്ലാ വൈദികരെയും നാം ഈ സമയം ഈ രണ്ട് ഓർമ്മയിലൂടെ സമർപ്പിക്കാം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഈ വൈദികരെ ഞാൻ സമർപ്പിക്കുന്നു. ഈ വൈദികരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിലപ്പോൾ ചില വൈദികരെ ഓർക്കുമ്പോൾ വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം വേദന അവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാകും. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ഈ ആരാധന ശ്രവിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ ബലിപീഠത്തോട് ചേർക്കാം. വിശ്വാസത്തോടു കൂടെ ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കാരുണ്യവാനായ കർത്താവേ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പൗരോഹിത്യ സേവനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ വൈദികരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ കുറവ് കൊണ്ട്, കുഴപ്പം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും ഇതാ പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിയാൽ ദൈവത്തിൻ്റെ കൃപ നൽകി ആശീർവദിക്കണമേ എന്ന് ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഞാനിതാ നിങ്ങളെ ആശീർവദിക്കുകയാണ്. കർത്താവ് നിങ്ങൾക്ക് പ്രത്യേകമായി കൃപ നൽകുകയാണ്. നിങ്ങളെ വേദനിപ്പിച്ച്, നിങ്ങളുടെ മനസ്സ് സങ്കടപ്പെടുത്തിയ, കുടുംബത്തെ അലോസരപ്പെടുത്തിയ വൈദികനെ ഞാനിതാ ഈ അപ്പത്തോട് ചേർത്ത് വെച്ച് ആ വൈദികന് വേണ്ടി ഈ അപ്പത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവേ, കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ശക്തമായി വിശുദ്ധീകരിക്കണമേ. കുടുംബത്തിലെ ഓരോ കൂദാശകളും പരികർമ്മം ചെയ്യുന്ന വൈദികരിലൂടെ ഓരോ കുടുംബവും ആസ്വദിച്ചിട്ടുള്ള ആ ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ അതെന്നും കുടുംബത്തിൽ ഇങ്ങനെ തളം കെട്ടിക്കിടക്കുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വേണ്ട പോകരുതേ നാഥ, നിൽക്കണമേ
വാ യേശുനാഥ വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ എൻ ഹൃദയം തേടിടും സ്നേഹമേ നീ വാ വാ യേശുനാഥ വാ വാ യേശുനാഥ വാ വാ സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ വാ യേശുനാഥ ആദിയുഷസ്സി